വെൽക്കം ടു ഷെബീസ് മീഡിയ. നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെങ്കിൽ പറക്കുക, പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടുവാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കുവാൻ കഴിയില്ലെങ്കിൽ എഴുതുക. എന്തു തന്നെയായാലും മുന്നോട്ട് തന്നെ പോവുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റിവെക്കാണ്ടിരിക്കുക. ഒരാൾ അയാളുടെ പരാജയം സംഭവിക്കുന്നത് വീഴുമ്പോഴല്ല, വീണ് കഴിഞ്ഞിട്ട് അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ പരാജയം. ഓക്കെ ഫ്രണ്ട്സ്, വൺ മോർ ടൈം ഷെബീസ് മീഡിയ വെൽക്കമിങ് യു ഓൾ മൈ ഫ്രണ്ട്സ്. നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ സർവീസിൻ്റെ പാർട്ട് 1 കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. അപ്പോൾ പാർട്ട് 1 പറ്റിയിട്ട് ഇനി ആരെങ്കിലും കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ പാർട്ട് 1 ലിങ്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കസ്റ്റമർ സർവീസ് പാർട്ട് 2. കസ്റ്റമർ സർവീസിൻ്റെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് 2 കസ്റ്റമർ സർവീസിൻ്റെ മേജർ 3 എസെൻഷ്യൽ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 തിങ്സ്, കസ്റ്റമർ സർവീസിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 3 ഫസ്റ്റ് 1 എക്സലൻറ്റ് പ്രൊഡക്റ്റ്, സെക്കൻഡ് 1 എക്സലൻറ്റ് ഡെലിവറി, തേർഡ് 1 എക്സലൻറ്റ് സർവീസ്. ഈ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് ഒരു എൻ്റർപ്രണറെ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയാലും ശരി, അല്ലെങ്കിൽ നമ്മളൊരു സംരംഭകനായാലും ശരി, അയാളുടെ പ്രൊഡക്റ്റ് ആയാലും ശരി, അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്ന സർവീസ് ആയാലും ശരി, മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്യാൻ മേജറായിട്ട് ഉള്ള ഈ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് ഡയറക്റ്റ് കിടക്കാം. എക്സലൻറ്റ് പ്രൊഡക്റ്റ്. ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ്സിൽ എക്സലൻറ്റ് പ്രൊഡക്റ്റ് എന്താണ്? നമ്മുടെ എക്സലൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ കാറാണ്. ഫസ്റ്റ് 1 ദ കാർ. ഏത് കാറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ കാറിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ്, അതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയാണ്, അതിൻ്റെ ഹൈജീൻ എങ്ങനെയാണ്. നമ്മൾ സെക്കൻഡ് പാർട്ട് നോക്കുന്ന ഡ്രൈവർ. നമ്മുടെ ഡ്രൈവർ എങ്ങനത്തെ ഡ്രൈവറാണ്? അയാൾ ഇൻഫോർമേറ്റീവ് ആണോ? അയാൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഡ്രൈവറാണോ? അയാൾക്ക് സേഫ്റ്റി ഡ്രൈവിങ്ങിൻ്റെ ടിപ്സുകളെ പറ്റി അറിയോ? അല്ലെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണോ? ഇതെല്ലാം ഡ്രൈവറിൻ്റെ ഭാഗത്ത് നമ്മുടെ റിക്വയർമെൻ്റ് ആണ്. 3 കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള നമ്മൾ മറ്റുള്ള സർവീസുകളിൽ നിന്നും നമുക്ക് പ്രത്യേകതയായിട്ട് എന്തൊക്കെ കൊടുക്കാൻ കഴിയും. അപ്പോൾ പല ആളുകളും ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ്സിൽ നമ്മൾ കസ്റ്റമേഴ്സിന് വണ്ടിയിൽ വെള്ളം വെച്ച് കൊടുക്കാറുണ്ട്, വാട്ടർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ടിഷ്യൂസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്സ് കൊടുക്കാം, കസ്റ്റമറിന് ഒരു ഫീഡ്ബാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊടുക്കാം. കാരണം നമ്മുടെ സർവീസ് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് കസ്റ്റമറുടെ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാം. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സലൻറ്റ് പ്രൊഡക്റ്റ് എന്ന് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ പറയുന്നത് നമ്മുടെ കാറും നമ്മുടെ ഡ്രൈവറും നമ്മുടെ സർവീസുകളും എല്ലാതും കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രൊഡക്റ്റാണ് എക്സലൻറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ എക്സലൻ്റ് ആക്കാം. എക്സലൻ്റ് ആക്കാൻ നമ്മുടെ വണ്ടി എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. മെക്കാനിക്കൽ സൈഡിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സ്ക്രാച്ചസ്, നമ്മുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറിനുള്ള കുറേ കറ അല്ലെങ്കിൽ ചായക്കറ, വണ്ടിയുടെ സീറ്റിൻ്റെ അവസ്ഥ എന്താണ്, വണ്ടിയുടെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഉദാഹരണത്തിന് AC വർക്ക് ചെയ്യുന്നുണ്ടോ, റേഡിയോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ടയറിൻ്റെ കണ്ടീഷൻ എന്താ, ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ എക്സലൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എക്സലൻറ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എക്സലൻറ്റ് പ്രൊഡക്റ്റ് എന്താ? കാറ്, എക്സലൻ്റ് ആയിട്ടുള്ള ഡ്രൈവർ ക്യാൻ സ്പീക്ക് ദ ലാംഗ്വേജ്. അതായത് ഡ്രൈവർക്ക് കസ്റ്റമറുമായിട്ട് മിങ്കിൾ ചെയ്യാൻ, കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് കൺവെർസേഷൻ നടത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഡ്രൈവർക്ക് കസ്റ്റമർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഡ്രൈവർ പറയുന്നത് കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മുടെ ഡ്രൈവേഴ്സിന് നമുക്ക് ട്രെയിനിങ് കൊടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഒരു റീക്യാപ്പ് ട്രെയിനിങ്. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞത് വലിയൊരു പ്രോസസ്സാണ്. ട്രെയിനിങ് ഇല്ലാണ്ട് ഒരാളുടെ ലൈഫായാലും അയാളുടെ ജോബ് ആയാലും അയാളുടെ കരിയർ ആയാലും ഇവനെ ബിസിനസ് ആയാലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ റീക്യാപ്പ് ട്രെയിനിങ് നമ്മൾ വീണ്ടും ഡ്രൈവേഴ്സിന് റീക്യാപ്പ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സർവീസിൽ നമുക്ക് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് 1 എക്സലൻറ്റ് ഡെലിവറി. അപ്പോൾ എക്സലൻറ്റ് പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. എക്സലൻറ്റ് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എക്സലൻറ്റ് ഡെലിവറിയാണ്. എന്താണ് എക്സലൻറ്റ് ഡെലിവറി? എക്സലൻറ്റ് ഡെലിവറിക്ക് നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്കൊരു എക്സലൻറ്റ് ഡെലിവറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ സോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എണ്ണ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ക്രീം, അതേപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ബ്രാൻഡുകൾ,
അതെല്ലാം നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഏതൊരു വ്യക്തിയുടെ മനസ്സിലും ഉണ്ടാവും. അത് നമുക്ക് ചൂസ് ചെയ്യാൻ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് സോപ്പ്. ഇപ്പം സോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യം അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് തൃപ്തി, ഞാൻ കൊടുക്കുന്ന കാശിന് മൂല്യം നിർണ്ണയിച്ച് കിട്ടുന്ന ആ പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ ഉദ്ദേശിച്ചുകൊണ്ട് എനിക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടമാവും. കാരണം ഇപ്പോൾ നമുക്കിത് കൂടെ ഒരു സോപ്പിൻ്റെ ബ്രാൻഡ് പറയാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഒരു എഗ്സ് എന്ന ബ്രാൻഡുള്ള ഒരു സോപ്പ്, അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സോപ്പ് എന്നുള്ള ആവശ്യത്തിനെ പൂർത്തീകരിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ എഗ്സ് എന്ന് പറഞ്ഞ സോപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ബക്കാലയിലോ പോയി. ഈ പോകുന്ന സമയത്ത് ആദ്യം ഞാൻ പോയ ബക്കാലയിൽ എക്സ് എന്ന സോപ്പ് അവൈലബിൾ അല്ല. ഒബിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ സോപ്പ് അത്രയും ആവശ്യം, ആ ബ്രാൻഡ് അത്ര ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് നമ്മൾ അടുത്ത ഷോപ്പിൽ കയറി ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കും. ആ ഷോപ്പിലും ആ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഒബിയസ്ലി സോപ്പ് എന്ന് പറഞ്ഞ എൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന അടുത്ത ബ്രാൻഡിലേക്ക് എനിക്ക് ചിന്തിച്ച് പോകേണ്ടി വരും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സോപ്പ് എന്ന ആവശ്യത്തിന് ഞാൻ വേറൊരു ബ്രാൻഡിലേക്ക് മാറ്റിക്കൊണ്ട്, ബിക്കോസ് ഐ ഹാവ് മെനി ചോയ്സ്. കസ്റ്റമർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്, അവർക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സോപ്പുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സോപ്പിലേക്ക് പോകാൻ ശ്രമിക്കും. അത് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ സോപ്പിൻ്റെ ബിസിനസ്സിനെ എന്താക്കും? ആ എക്സലൻറ്റ് ഡെലിവറി ഇല്ലാത്ത കാരണം കൊണ്ട് അതിൻ്റെ മാർക്കറ്റ് ഡൗൺ ആവുകയും അവരുടെ ബിസിനസ് ഡള്ളാവുകയും ചെയ്യും. അപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ്സിലെ എക്സലൻറ്റ് ഡെലിവറി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് UAE ഇവിടെ എല്ലാ ടൈമിലും പീക്ക് ടൈമും ഓഫ് പീക്ക് ടൈമും ഉണ്ട്. പീക്ക് ടൈമിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ, ഡ്രൈവറും വെഹിക്കിളും അടങ്ങുന്ന ഒരു പാക്കേജാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അത് ടാക്സി ആയാലും ലിമോസിൻ ആയാലും ഏതൊരു ബിസിനസ്സിലായാലും ശരി, കസ്റ്റമർക്ക് ആവശ്യം ഉള്ള സമയത്ത് മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആകുക എന്നുള്ളതാണ് എക്സലന്റ് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് കാലത്ത് 7 മണി മുതൽ 9 മണി വരെ ഓഫീസിലേക്ക് പോകുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 7 മണി മുതൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ 6:30 അല്ലെങ്കിൽ 6 മണി മുതലോ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് കൺഫർമേഷൻ നമ്മൾ വരുത്തണം. കാരണം ആ മാർക്കറ്റിൽ പീക്സ് ടൈമിൽ നമ്മൾ ബിസിനസ് ചെയ്താലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിപ്പെടുകയും ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് എക്സലന്റ് ഡെലിവറി എന്നുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ സക്സസ്സിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. നമ്മൾ 9 മണിക്ക് ശേഷം ആരും ഇല്ലാണ്ട് അല്ലെങ്കിൽ ആ 9 മണിക്കുടെ പീക്ക് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഉണ്ടാവില്ല. ദർ ഇസ് ലോട്ട് ഓഫ് ലൂസ്. നമുക്ക് ഫ്യൂവൽ കൺസംഷൻ ഉണ്ട്, വണ്ടിയുടെ ഡിപ്രിസിയേഷൻ ഉണ്ട്, ഡ്രൈവറുടെ സാലറി, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എഫർട്ട്, മാൻ പവർ യൂസ് ചെയ്യുന്നതിലുള്ള എഫർട്ട്, നമ്മുടെ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നതിലുള്ള എഫർട്ട്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, ഇതൊന്നും നമുക്ക് മീറ്റപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എക്സലന്റ് ഡെലിവറി, നമ്മുടെ പ്രൊഡക്റ്റ് എക്സലന്റ് ടൈമിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് ഉള്ള സമയത്ത് നമ്മുടെ ഡ്രൈവറും നമ്മുടെ വെഹിക്കിളും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. അത് അവൈലബിൾ ആയിരുന്നെങ്കിൽ കസ്റ്റമർക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ, നേരത്തെ സോപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞ പ്രകാരം അടുത്ത പ്രൊഡക്റ്റ്, നമ്മുടെ അതേ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അടുത്ത പ്രൊഡക്റ്റ്, അത് ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. ഒരുപാട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഊബർ, കരീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് ലിമോസിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അതേപോലത്തെ വേറെ കമ്പനിയുടെ വെഹിക്കിൾസ് യൂസ് ചെയ്യാം, വേറെ കമ്പനിയുടെ ടാക്സികൾ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യും? നമ്മളെ എഫക്റ്റ് ചെയ്യും. സോ എക്സലന്റ് പ്രൊഡക്റ്റ് ആയിരിക്കണം, എക്സലന്റ് ഡെലിവറി ആയിരിക്കണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് നമ്മൾ അടുത്ത എപ്പിസോഡിലായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. One more time, thank you so much, Shebis Media. I'm signing out, Abdurrahman.